ജോസ് കെ മാണി സാറിനോടൊപ്പം നിഷ മാം കൂടി ചേരുന്നു. നമസ്കാരം രണ്ടുപേർക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴേ ഈ റീലുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു? അത് നിഷ പറയട്ടോ. എല്ലാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ആരുമൊക്കെ പറഞ്ഞു ജോ എന്നെ കല്യാണത്തിന് മുമ്പേ കണ്ടിട്ടുണ്ടെന്ന്. കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടുള്ളൂ, പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. പെണ്ണ് കാണലിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ആരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എനിക്കിതുവരെയും എനിക്കായിട്ട് അറിയത്തില്ല. ഞാൻ എന്തായാലും ഞങ്ങളുടെ പെണ്ണ് കാണലായിരുന്നു എൻ്റെ വീട്ടിൽ ആലപ്പുഴ തറവാട്ടില്. എൻ്റെ ഗ്രാൻഡ് ഫാദറും എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു കല്യാണം തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു വിശ്വാസം. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഒരു കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെ, ഒരു റമണിക എന്ന് പറഞ്ഞ അവരാണ് അതിൽ ഒന്ന് ഓർഗനൈസ് ചെയ്തത്. പക്ഷെ ആരൊക്കെ അതിനകത്ത് കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല. അപ്പം അവർ എൻ്റെ ഒരു സുഹൃത്തുക്കളാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ പ്രോഗ്രാം എറണാകുളത്ത് വെച്ചായിരുന്നു. അങ്ങനെ ഇതിന് പ്രോഗ്രാം പോയി കണ്ടു. പ്രോഗ്രാമിനുണ്ടായിരുന്നോ? ഇതാദ്യമായിട്ടോ പറയുന്നേ. എപ്പോഴും ഞാൻ എത്ര നാളായിട്ട് ചോദിക്കുന്ന എല്ലാവരും പക്ഷെ അവിടെ ഈ പ്രോഗ്രാം കണ്ടു പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രത്തിൽ വന്നപ്പം ആ പ്രോഗ്രാമുള്ള ഒരാള് കേരളത്തിന്റെ ആണ് എങ്കിലും അവിടുത്തെ ഒരു പെൺകുട്ടി ഇങ്ങനെ ന്യൂസ് കേരളയായെന്ന് പറയുന്നത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഈ പറഞ്ഞ അത് കഴിഞ്ഞ് പോയി. അല്ല, അപ്പൊ അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതേ ഈ പെണ്ണ് തന്നെയാണ്. ഞാനൊരു തമാശ ശരിക്കും ലവ് ഉണ്ടോ ശരിക്കും? കല്യാണത്തിന്റെ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഒന്നും ലവ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മള് ആളെ അറിയുന്നേ ഉള്ളൂ, കാണുന്നു, നല്ല ആള്. ഫാമിലിയോട് ഭയങ്കര ലവ് തോന്നി. കാരണം ഫാമിലി എന്ന് പറയുമ്പോൾ ജോസിന്റെ ഫുൾ ഫാമിലി അവര് ഭയങ്കര ഒരു എന്നാ പറയാ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു എന്നെ. എനിക്കപ്പം അവരുടെ കൂടെ അച്ചാച്ചൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വന്നിരിക്കും മോളെ എന്ന് പറഞ്ഞ് എന്നെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് ഇങ്ങനെ ഇരുത്തി. അപ്പൊ ഫാമിലിനോടൊരു ഭയങ്കര ഒരു ലവ് തോന്നി. അത് ആ ഒരു എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. കംഫർട്ട് സോണിലാണ്. റീൽസ് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സിങ്കാണ്, ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തോന്നാറുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? അതെന്താന്നറിയോ, എന്നാന്ന് വെച്ചാൽ ജോ ഒരു ഭയങ്കര പ്രൈവറ്റ് പേഴ്സണാ, ഞാൻ ഭയങ്കര പബ്ലിക് പേഴ്സണാ. അപ്പം എന്റെ ഇതിലാണ് പബ്ലിക് പേഴ്സൺ ഉദ്ദേശിച്ച് ഞാൻ ഷെയർ ചെയ്യും, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. റീൽസിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും തുറന്ന് സംസാരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതാ. അപ്പം എന്റെ ഇതിന്റെ അകത്തുനിന്നാണ് കാണുന്നത്. അത് ശരിക്കും ഞാൻ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കും പറയുമ്പോൾ വാക്കുകൾ പറയുന്നത്. അപ്പൊ ഞാനും അറിയാതെ വേറെ ഒരു തെറ്റായ വാക്ക് പോയാൽ പിന്നെ പ്രശ്നമാണ്. എനിക്ക് പിന്നെ എന്തും പറയാമല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. ജോയുടെ വൈഫായോണ്ട് അങ്ങനെ എന്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ മനസ്സിലാവില്ല. അപ്പം ഞങ്ങളുടെ ഇപ്പം പ്രൈവറ്റ് മൊമെന്റ്സില് പിള്ളേരും ഒക്കെ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ അത് പോസ്റ്റ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് എന്താന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് അസ്. ഞങ്ങൾ ഹൂ എം ഐ, ഹൂ ഇസ് ഹി എന്നുള്ള സാധാരണ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. അത് ശരിയാണ്, പേഴ്സണൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ പകുതിയല്ല, ഒരു 90% ടൈം ഒഫീഷ്യലാണല്ലോ. പുറത്താണ്, ജനത്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ പ്രോഗ്രാംസിലാണ്. അതുകൊണ്ട് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പൊ അവിടെയാണ് അത് ഓപ്പൺ ആയിട്ട് പോകുന്നത്. ഈ മകളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ കല്യാണത്തിന്റെ തലേന്നാ? അങ്ങോട്ട് ജോ നല്ലൊരു ഡാൻസറാ. ജോന് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഐ എം നോട്ട് എ ഡാൻസർ. എനിക്ക് ഡാൻസ് അങ്ങനെ ഒരു നേരെ തിരിച്ചാട്ടോ നമ്മൾ വിചാരിക്കുക. അതാണ് ജോയുടെ പല കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. ശരിക്കുള്ള ജോ ഞങ്ങള് ഫാമിലി മെമ്പേഴ്സിന് അറിയാം. അപ്പം അന്ന് മോളുടെ കൂടെ മോക്കും രണ്ടാമത്തെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ. അപ്പം അവരുടെ കല്യാണത്തിന് ഋത്തിക്കായിക്ക്. അപ്പൊ കല്യാണത്തിന് മുമ്പേ ഇവര് രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് ചെയ്തു. അന്ന് എന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തു. അതായിരുന്നു ഞാൻ ഷെയർ ചെയ്തത്. പക്ഷെ എനിക്ക് അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. കാരണം അത് അവളുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവളുടെ അപ്പൻ്റെ കൂടെ ഡാൻസ് ചെയ്യാന്ന് പറയുന്നത്.
അപ്പൊ അത് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു ക്ലോസ് ഫാമിലി ആയിരുന്നു. എല്ലാരും കൂടെ ഇരിക്കുമ്പോഴായിരുന്നു ഇവർ രണ്ടുപേരും ഡാൻസ് ചെയ്തത്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത്. നിഷ മാമിൻ്റെതായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്. പുസ്തകം എഴുതിയിട്ടുണ്ട്, മറ്റേ ഒരുപാട് NGOs ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ക്യാൻസറിനെതിരെ സംസാരിക്കാനും അതിൻ്റെ സർവൈവേഴ്സുമായിട്ടും ഫൈറ്റേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിക്കോട്ടെ ഭാര്യയ്ക്ക് അങ്ങനെ. അല്ല, ഞാനത് എൻ്റെ പിള്ളേരാണേലും ഇവരാണേലും വൈഫാണേലും നിശ്ചയാണേലും അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഹിഡൻ ടാലൻ്റ് അല്ലെങ്കിൽ ടാലൻ്റ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കട്ടെ. വെറുതെ അതിന് നമ്മൾ ഈ വെറുതെ ഒളിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രയോഗിക്കാതിരുന്നിട്ട് എന്താ കാര്യം? യൂസ് ഇറ്റ്. അത് മറ്റുള്ളവർക്കും പ്രയോജനം കൂടി ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ അത് യൂസ് ഇറ്റ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെൽമി, നമുക്കത് ചെയ്യാം. അപ്പം ഞാൻ എൻകറേജ് ചെയ്യൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള എല്ലാ പിന്തുണയും തരാം അതിനകത്തുള്ള. അതുകൊണ്ട് നിഷയോട് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നാ വലിയ ഒരു കോൺട്രവേഴ്സി വരുന്ന കാര്യങ്ങളല്ല, പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യാൻ നോക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോലുള്ള സാധനങ്ങളുണ്ട്, അത് കോൺട്രവേഴ്സിയെ കൊണ്ടെത്തിക്കും. അപ്പം ഞാൻ പറയും, ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നേക്കാം, പക്ഷേ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയും. അങ്ങനെ വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് സന്തോഷം. കാരണം പിന്നെ ഒരു അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സമയം ഞാൻ പുറത്ത് നിൽക്കുകയും, പുറത്തെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് തിരിച്ചു വരുമ്പോൾ ടോട്ടലി അല്ലേ വീട്ടിലിരിക്കുകയും പിന്നെ നമുക്ക് ഒരു ടൈം കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യാനും പറ്റും. കൂടുതൽ സോഷ്യൽ വർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും സാഹസികരാണ്. നേരാ. പക്ഷെ ജോഡ് അഡ്വഞ്ചേഴ്സ് അല്ല, അത് പറ ഞാൻ വേറെ രീതിയിലാണ്. വേറെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഏത് കാര്യം ചെയ്യാൻ എനിക്കൊരു ഞാൻ ചെയ്യുമ്പോഴൊന്നും ഒരു പബ്ലിസിറ്റിയും കൊടുക്കൂല. ഞാനിപ്പം എല്ലാം ചെയ്യും. പാരാഗ്ലൈഡിംഗ്, ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുണ്ട്, പാരാഗ്ലൈഡിംഗ് ചെയ്തിട്ടുണ്ട്, വിൻഡ് സർഫിംഗ് ചെയ്തിട്ടുണ്ട്. ജോ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിതൊന്നും പറ്റത്തില്ല. മാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ജോ എല്ലാം കടലിന്റെ മുകളിൽ, ഞാനെല്ലാം കടലിന്റെ താഴെ. അതാണ്. പക്ഷേ കടൽ മാത്രമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. ഏത് കാര്യത്തിലും ഞാൻ പറഞ്ഞത്, ഇപ്പം മൗണ്ടനറിങ് ആകട്ടെ, ഈ പറയുന്ന നമ്മുടെ ഏത് കളികളും, ഞാൻ പറഞ്ഞ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്താ സ്കേറ്റിങ് എല്ലാം സ്കൂളുകൾ സ്കേറ്റിംഗ് വാസ് എൻ എക്സ്പെർട്ട് സ്കേറ്റിംഗ് സമയത്ത്. പക്ഷെ ഇപ്പം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, ഇനി പൊതുനാളായി ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ പറഞ്ഞ സ്കേറ്റിങ്, ഈ പറഞ്ഞ പോലെ എല്ലാ ഈ കളികളും ഒരു ആവറേജ് പ്ലെയറാണ്. പൊളിറ്റീഷ്യന്റെ ഭാര്യയാവുന്നതേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ? കാരണം നിങ്ങളിപ്പോൾ ഒരു വില കൂടിയ കാറ് വാങ്ങിച്ചാലോ, കുറച്ചധികം ജ്വല്ലറി ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ സ്വയം പ്രസന്റ് ചെയ്താലോ ഒക്കെ വിമർശനങ്ങൾ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. ജോ പൊളിറ്റീഷ്യൻ ആണോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ച ടൈമില് ജോ പൊളിറ്റിക്സിലല്ലായിരുന്നു. പക്ഷെ അന്ന് അച്ചാച്ചനെ അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും, അതുപോലെ ജോ അച്ചാച്ചന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ ഇലക്ഷന് അച്ചാച്ചൻ ഫീൽഡിലാണെങ്കിൽ ജോ ഇവിടെ ഇരുന്ന് ബാക്കപ്പ് വർക്ക് ആയിരുന്നു ഇവിടെ. പക്ഷെ പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പാ. ഇൻഫാക്ട് ജോ പൊളിറ്റിക്സിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേരൻസ് എന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചതന്നെ. അന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു, ജോ ഇറങ്ങത്തില്ലല്ലോ അങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു. എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല ഇറങ്ങുന്ന ആളല്ലെന്ന്. ഏതായാലും ഞങ്ങളുടേത് ഞാൻ പറഞ്ഞ എൻ്റെ രീതിയിൽ അത് അറേഞ്ച്ഡ് ആയിരുന്നു. എൻ്റെ അപ്പാപ്പനെല്ലാം അന്വേഷിച്ചു, എല്ലാം കണ്ടിട്ടാണ് നമ്മൾ കല്യാണം ആയിട്ട് മുമ്പോട്ട് പോയത്. അപ്പം പിന്നെ മുമ്പ് ചോദിച്ചില്ലേ വിലയുള്ള കാറുകൾ എന്നാന്നുള്ള. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം എപ്പോഴും ഒന്നല്ലെങ്കിൽ ജോയുടെ പഴയത്, അല്ലെങ്കിൽ അച്ചാച്ചന്റെ പഴയ ഫോണും കാറും എല്ലാം അങ്ങനെ പഴയത് ഞാൻ ഉപയോഗിക്കും. ജോയുടെ സെക്കൻഡ് ഹാൻഡ് കാറാണ്. ഞാൻ വിലയുള്ള ഒരു പേന കൊടുത്താലും മനസ്സിലാവുകയല്ലോ വിലയുള്ളതാണ്. കാരണം ബേസിക്കലി ഞാനൊരു ഐ എം നോട്ട് ഒരു ബ്രാൻഡ് കോൺഷ്യസ് പേഴ്സൺ അല്ല. നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇത്രേ പറയത്തുള്ളൂ, ജോ ഞാനൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാനിങ്ങനെ വഴി കൂടെ പോകുന്നവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ പറയും എപ്പോഴും, ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ കുറെ പേർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി ആയിരിക്കണം അങ്ങനെയൊക്കെ. അപ്പൊ ജോ പറയും, ചുരുക്കത്തിൽ പറഞ്ഞ അത് ഇച്ചിരി വലിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റണം, അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ പെട്ടി സാധനങ്ങള്, ഞാൻ ഒത്തിരി എൻ്റെ സോഷ്യൽ വർക്കാണ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങള്. ആ വണ്ടി എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും കാണും. ആൾക്കാർ വഴി പോകുമ്പോൾ കയറ്റും.
അതിനകത്ത് ആടിന്റെ ഭക്ഷണം കേട്ടു. ആടിന്റെ ഭക്ഷണം കേട്ടും ഈ പറയുന്ന മത്തി മീൻ കേട്ടും ഇതിന്റെ ഇടയ്ക്ക് പട്ടിയെ പ്രസവിപ്പിക്കുന്നത് പോലും ചിലപ്പോൾ ഒരു പട്ടി പ്രസവിച്ചു. അതില് 11 പിള്ളേരുണ്ടായാലും 8 പിള്ളേര് വണ്ടീൻ്റെ അകത്ത് 8 പട്ടിക്കുട്ടികളുണ്ടായത് വണ്ടിയിലായിരുന്നു. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവരുന്നു. കാരണം അത് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി, പ്രസവം ഇതായിട്ട് പുറത്ത് തോന്നി. പറയണ്ട, ഇനി പിന്നെ ആൾക്കാർ അതിനകത്ത് കയറാതെ അല്ല, അപ്പൊ എന്റെ കാറ് കയറുമ്പോ എല്ലാവർക്കും ഒരു ഇച്ചിരി ഒരു ഇതുണ്ട്. പിന്നെ പല രീതിയിൽ ആ കാറ് ഒരു ബ്ലെസ്ഡ് കാറാണ്. അതുകൊണ്ട് കാറും പേനായും ഉടുപ്പും ഒന്നും ഏതാണെന്ന്